പാറ്റകളുടെ സമരം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെ അതിനെ സംശയത്തോടെ നോക്കിക്കണ്ടതിന് കൃത്യമായ കാരണമുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വാർത്തകളിലൂടെ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന സംശയങ്ങൾ മാത്രമാണ് പാറ്റയുടെ കാര്യത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ ശരിവയ്ക്കുന്നതാണ് അവരുടെ പിന്നീട് ഇപ്പോൾ ഉള്ള ഓരോ നിലപാടുകളും. പാറ്റകളുടെ ഒരു നേതാവ് ഇപ്പോൾ പറയുന്നത് ഫാർമേഴ്സ്, സ്റ്റുഡൻസ്, യൂത്ത് ഈ മൂന്ന് കൂട്ടരും ഒന്നിക്കണം മോദി ഗവൺമെന്റിനെതിരായിട്ട് എന്നാണ്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് നീറ്റ് പേപ്പർ, പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് പരിഹാരം വേണം. അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് വെറുമൊരു പരിഹാരമല്ല, ഇനി ഒരിക്കലും നീറ്റ് ചോദ്യപേപ്പർ ചോരാത്ത വിധം ശക്തമായ സംവിധാനങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു പരീക്ഷാ പേപ്പറും ചോരാത്ത വിധത്തിൽ അതിനുവേണ്ടി ഒരു ഉന്നത ടെക്നിക്കൽ സമിതിയെ വരെ അവർ നിയമിച്ചിരിക്കുകയാണ്. അതും മുൻ ISRO ചീഫായിരുന്ന നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള സോമനാഥ് അടക്കമുള്ള ഒരു വലിയ ടീമിനെ തന്നെ അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. സോ എന്നിട്ടും ഇവരാരും തൃപ്തരല്ല. ഇവരെന്തിനാണ് കർഷകരും യുവാക്കളും വിദ്യാർത്ഥികളും ഒന്നിക്കണമെന്ന് പറയുന്നത്? ശരിക്കും ഇവരുടെ ഉദ്ദേശം വിദ്യാർത്ഥികളുടെ ക്ഷേമമായിരുന്നോ? എത്ര പേരുണ്ടായിരുന്നു നീറ്റ് പരീക്ഷ എഴുതിയ ആളുകൾ ജന്തർ മന്ദറിലെ സമരത്തിൽ? നീറ്റ് പരീക്ഷയ്ക്ക് പഠിച്ച വിദ്യാർത്ഥികൾ ഇതാ വീണ്ടും എക്സാം എഴുതി, റിസൾട്ടും വന്നു, അടുത്ത എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ളവർ തയ്യാറെടുക്കുന്നു. അവർക്ക് ഗവൺമെന്റിനെതിരെ സമരം ചെയ്ത് നടക്കാനുള്ള സമയമൊന്നുമില്ല. അവർക്ക് പഠിക്കണം, ജോലി നേടണം, അതിനു വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആർക്കും, പഠിക്കണമെന്നുള്ള ആർക്കും ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. സർക്കാരിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കാനും പ്രക്ഷോഭങ്ങൾ നടത്തി അവിടെ പോയിട്ട് ഉണ്ടുറങ്ങാനൊന്നും. കാരണം ഒന്നും ചെയ്യാനില്ലാത്തവരാണ് മെജോറിറ്റി അതിനൊക്കെ പോകുന്നത്. പിന്നെ ഉള്ളത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. പിന്നെ കുറച്ചു പേര് തെറ്റിദ്ധരിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ, പിന്നെ കുറച്ചു പേര് റിയൽ ആയിട്ട് ആശങ്ക തോന്നിപ്പോകുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവും. പക്ഷെ അഭിജിത്തിനെയൊക്കെ പോലെ 31-32 വയസ്സായ ആളുകൾ അവിടെ സമരത്തിന് നേതൃത്വം കൊടുത്തു പോകുന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ആർക്കും മനസ്സിലാവും. ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത് കർഷകരെ കൂടി ഒന്നിപ്പിച്ച്, കർഷകരെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരെ ഒരു അട്ടിമറി സമരം തന്നെയാണ് പരോക്ഷമായിട്ട് ഇവർ ഉണ്ടാക്കാനായി ശ്രമിക്കുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ നേരത്തെ ആശങ്കയോടെ നോക്കിയതിന്റെ കാരണം. എന്ന് വെച്ചാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായിട്ടൊരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗവൺമെന്റിനെ ഭരിക്കാൻ അനുവദിക്കേണ്ട. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഇവരെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ SFIക്കാരും DYFIക്കാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങോട്ട് തെരുവിലിറങ്ങിയിട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ്, നിയമസഭാ മന്ദിരം വളഞ്ഞ്, റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത്, ഗതാഗതം സ്തംഭിപ്പിച്ച് സമരം ചെയ്യാനായിട്ട് തീരുമാനിച്ചാൽ അത് ജനാധിപത്യമാകുമോ? അതാണോ ജനാധിപത്യം? ഈ ഗവൺമെന്റ് രാജിവെക്കുന്നത് വരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തെ ഒരു 10 ലക്ഷം പേര് അല്ലെങ്കിൽ ഒരു 5 ലക്ഷം പേര് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മനുഷ്യരല്ലേ, തല്ലി ചതയ്ക്കാൻ പറ്റുമോ? എത്ര നാൾ അതിന് ചെറുത്ത് നിൽക്കാൻ പറ്റും ആ സമരത്തെ? അപ്പൊ അത് ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഒന്നല്ല. ജനാധിപത്യ പ്രകാരം ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. ആ സമയത്ത് നമ്മൾ നമ്മുടെ വോട്ട് യുക്തിപൂർവ്വം വിനിയോഗിച്ച് നമ്മളൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. അവിടെ നമ്മൾ ജനാധിപത്യം ഒന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 4 ആളെക്കൂട്ടാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെ കയറിപ്പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഭരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ ജനാധിപത്യത്തെ തകർക്കുന്ന എന്ന് ഇരവാദവും ഇറക്കും. ഇതാണ് നമ്മൾ ലോകത്തെ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തും ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. ഇപ്പൊ ഈ ജന്തർ മന്ദറിലെ സമരം വിജയിച്ചല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും ഗവൺമെന്റ് കൈക്കൊണ്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ ഇനിയും അവരെ മര്യാദയ്ക്ക് ഭരിക്കാൻ സമ്മതിക്കില്ല. എന്തിനാണ് കർഷകരെ ഇറക്കുന്നത്? അടുത്ത് ഇവർ കൊണ്ടുവരാൻ പോകുന്നത് E20 ആണ്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പിടിക്കാൻ പറ്റില്ല. പിന്നെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് അവർ വരും. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക. അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. FCRA നടപ്പിലാക്കാൻ പാടില്ല എന്ന ഉദ്ദേശം ഉണ്ടാകാം. മണ്ഡല പുനർനിർണയം നടക്കരുത് എന്ന ഉദ്ദേശം ഉണ്ടാകാം. പല ലക്ഷ്യങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇതൊരു സ്വാഭാവിക, നിസ്വാർത്ഥമായ, നിഷ്കളങ്കമായ സമരമായിരുന്നു എന്നൊന്നും ആരും പറയരുതേ. ഇതിലെ നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്താൽ വളരെയധികം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു സമരമാണ്, ഒരു കലാപ ശ്രമമാണ് ശരിക്കും നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. അതിനപ്പോൾ വിദ്യാർത്ഥിയെ മറയാക്കി എന്ന് മാത്രം. ഇപ്പൊ വീണ്ടും വിദ്യാർത്ഥികളെയും യുവാക്കളെയും തെരുവിലിറക്കിയിട്ട് എന്താണ് നേടാൻ പോകുന്നത്? അവരുടെ ഭാവി നശിപ്പിക്കാനാണ് പോകുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി, കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല.
സമരമെല്ലാം നടത്തി അതിനുശേഷം ഒരു പാർട്ടി നടത്തും. 5 സ്റ്റാർ ഹോട്ടലുകളിലും 3 സ്റ്റാർ ഹോട്ടലിലും ഒക്കെ പോയി പാർട്ടി നടത്തും. അവർ ചിലപ്പോൾ അങ്ങ് മറ്റേ ജർമ്മനിയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ വേറെ ഏതെങ്കിലും രാജ്യത്തിലോ പോയി അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ചെറുപ്പക്കാരനുണ്ട് ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് വാ തുറന്നാൽ ഈ രാജ്യത്തിനെ കുറിച്ച് മോശമല്ലാതെ ഒന്നും പറയാത്ത ഒരുത്തൻ. ജർമ്മനിയിൽ പോയി അവിടെ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന് തോന്നുന്നു അയാൾ. അവിടെ അയാൾ സെറ്റിൽഡായി. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ചെയ്യാവുന്ന എല്ലാ മോശം പ്രവൃത്തികളും വീഡിയോകളിലൂടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതൊരു അക്ഷരം അയാൾ പറയില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാരെ ഇളക്കിവിട്ട് ഭരണകൂടത്തിനെതിരെ ഇളക്കിവിട്ട് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് അയാൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇന്ത്യ വിരുദ്ധർക്ക് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വലിയ സ്വീകാര്യതയുമുണ്ട്. ഇതാണ് ഇതിലെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴും കുറെ ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഈ നാടിനെ ഒറ്റുകൊടുത്തത് കൊണ്ടുകൂടിയാണ് ഏറെക്കാലം നമ്മൾ അവരുടെ പിടിയിലായത്. ഇപ്പോഴും ഈ ഇന്ത്യക്കാരായിട്ടുള്ള കുറെ ആളുകൾ തന്നെയാണ് വിദേശികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പല രൂപത്തിലും പല ഭാവത്തിലും. ഇപ്പോ ഈ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കിയിട്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? കർഷക സമരം എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ നടന്ന വിദ്യാർത്ഥി സമരത്തിന് ഒരു കാരണമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് രാജ്യത്തെ യുവാക്കളും സ്റ്റുഡൻസും യൂത്തും മോദി ഗവൺമെന്റിനെതിരായിട്ട് ഒന്നിക്കണം എന്ന് ഇവരൊക്കെ ആഹ്വാനം ചെയ്യുന്നത്? ഇപ്പൊ മോദി ഗവൺമെന്റ് എന്താണ് മോശമായിട്ട് ചെയ്തത്? ഈ രാജ്യത്തെ ഏറ്റവും നല്ലൊരു ഭരണകൂടമാണ് മോദി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രയോ ഭരണാധികാരികൾ വന്നു. മുമ്പ് ഒന്നും കാണാത്ത വിധം വികസനവും പുരോഗതിയും എല്ലാം നമ്മുടെ രാജ്യത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും ഇവരുടെയൊക്കെ ഉദ്ദേശം മോദിയെ താഴെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവര് മറ്റാർക്കോ വേണ്ടി പണിയെടുക്കുന്നത് കൂടിയാണ്. പിന്നെ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഇവർക്ക് താല്പര്യമുള്ളവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. രാഷ്ട്രീയമായിട്ട് ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ മോദിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ വളഞ്ഞ വഴിയിലൂടെ കലാപമുണ്ടാക്കി അട്ടിമറിയിലൂടെ താഴെ ഇറക്കാൻ കഴിയുമോ എന്ന് അവർ പരിശ്രമിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരും മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യം നമ്മൾ ഓരോരുത്തരുടേതുമാണ്. ഈ രാജ്യത്തെ മറ്റൊരു കലാപ ഭൂമിയാക്കി മാറ്റാൻ ഈ രാജ്യത്തെ പൗരന്മാർ ഒരിക്കലും അനുവദിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.